എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. 10ാം ക്ലാസ്സിൻ്റെ ഓൺലൈൻ ക്ലാസ് ഇവിടെ ആരംഭിക്കുകയാണ്. നമുക്കെല്ലാവർക്കും അറിയാം, ഇന്ന് ലോകത്തെ മുഴുവനും ഭീതിയിലാഴ്ത്തിക്കൊണ്ട് കൊറോണ എന്ന മഹാവിപത്ത് പടർന്നു പിടിച്ചിരിക്കുകയാണ്. അത്തരമൊരു സാഹചര്യത്തിൽ നമ്മുടെ വിദ്യാഭ്യാസ രീതിക്ക് ഒരല്പം മാറ്റം വന്നിട്ടുണ്ട്. സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചുള്ള പഠന രീതിയാണ് ഇന്ന് നമ്മൾ അവലംബിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഈ മഹാവിപത്ത് മാറും എന്നതിന് യാതൊരു സംശയവുമില്ല. ഇതിൽ നിന്നും അവരവർ ആരോഗ്യം സംരക്ഷിക്കുവാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതായിട്ടുണ്ട്. നമ്മുടെ സർക്കാരും പറയുന്ന നിർദ്ദേശങ്ങളും ആരോഗ്യ പ്രവർത്തകർ പറയുന്ന നിർദ്ദേശങ്ങളും ഒക്കെ നമ്മൾ പാലിക്കണം. മാസ്ക് ധരിക്കുകയും കൈകൾ സോപ്പ് ഉപയോഗിച്ചും സാനിറ്റൈസർ ഉപയോഗിച്ചും ശുദ്ധിയാക്കുകയും അതുപോലെ പൊതുനിരത്തിൽ തുപ്പാതിരിക്കുകയും അങ്ങനെ ഉള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് നമ്മുടെ ഈ വിപത്തിനെ നമ്മളിൽ നിന്ന് അകറ്റുവാൻ അവനവൻ തന്നെ ശ്രമിക്കണം എന്നുകൂടി പറഞ്ഞുകൊണ്ട് നമുക്ക് ക്ലാസ് ആരംഭിക്കാം. 10ാം ക്ലാസ്സിൻ്റെ ഈ വർഷത്തെ ഫിസിക്സിൽ 7 അധ്യായങ്ങളാണ് നിങ്ങൾക്ക് ഉള്ളത്. അത് 2 പാർട്ടായിട്ടുള്ള പുസ്തകത്തിലൂടെ ആ അധ്യായങ്ങൾ നിങ്ങൾക്ക് പഠിക്കുവാൻ കഴിയും. അതിൽ ഫസ്റ്റ് പാർട്ടിൽ 4 ചാപ്റ്ററുകളും സെക്കൻഡ് പാർട്ടിൽ 3 ചാപ്റ്ററുകളുമാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നമ്മൾ ഇന്നിവിടെ ഫസ്റ്റ് പാർട്ടിലെ ആദ്യത്തെ അധ്യായമായ എഫക്ട്സ് ഓഫ് ഇലക്ട്രിക് കറണ്ട് എന്ന അധ്യായമാണ് വിശകലനം ചെയ്യാൻ പോകുന്നത്. അപ്പം നമുക്ക് അതിലേക്ക് കടക്കാം. അപ്പം ആദ്യത്തെ അധ്യായമായ എഫക്ട്സ് ഓഫ് ഇലക്ട്രിക് കറണ്ട് എന്ന് പറയുമ്പോൾ നമുക്ക് ആ ഒരു പദത്തെ രണ്ടായിട്ടൊന്ന് സ്പ്ലിറ്റ് ചെയ്യാം. ഒന്ന് ഇലക്ട്രിക് കറണ്ട്, രണ്ടാമത്തെ പദമെന്ന് പറയുന്നത് എഫക്ട്സ്. അപ്പം ഇലക്ട്രിക് കറണ്ട് എന്ന് പറയുന്ന ഒരു വാക്കും അതിൻ്റെ എഫക്റ്റും, അതാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ വിശകലനം ചെയ്യുന്നത്. നമുക്കതിൽ ആദ്യം എന്താണ് ഇലക്ട്രിക് കറണ്ട്, വൈദ്യുത പ്രവാഹം. നമുക്കെല്ലാവർക്കും അറിയാം, നമ്മുടെ നിത്യജീവിതത്തിലും അതുപോലെ തന്നെ നമ്മുടെ ലോകത്തും എല്ലായിടത്തും ഇന്ന് വൈദ്യുതിക്ക് വളരെയധികം പ്രാധാന്യമുണ്ട്. നമ്മുടെ വീടുകളിൽ നാം ഉപയോഗിക്കുന്ന നിരവധി ഉപകരണങ്ങൾ, അതുപോലെ തന്നെ മറ്റ് പ്രവർത്തന മേഖലകളിലൊക്കെയുള്ള ഉപകരണങ്ങളൊക്കെ പ്രവർത്തിപ്പിക്കുവാൻ വൈദ്യുതി ഇന്ന് വളരെയധികം പ്രാധാന്യമുള്ള ഒന്നാണ്, ഒരു ഊർജ്ജരൂപമാണ്. അപ്പോൾ ആ വൈദ്യുതിയുടെ എഫക്റ്റാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ വിശകലനം ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം എന്താണ് ഇലക്ട്രിക് കറണ്ട് എന്നൊന്ന് നോക്കാം, വൈദ്യുത പ്രവാഹം എന്താണെന്ന് നോക്കാം. അതിന് ഇതൊരു ചാലകം അല്ലെങ്കിൽ കണ്ടക്ടറാണ്. നമ്മൾ ഈ ചാലകത്തിൻ്റെ എ എന്ന പോയിന്റിൽ നിന്ന് ബി എന്ന പോയിന്റിലേക്ക് വൈദ്യുതിയെ കടത്തിവിടുന്നു. അതായത് വൈദ്യുതി എന്ന് പറയുമ്പോൾ ഇതിനുള്ളിൽ കൂടി ചാർജുകൾ പ്രവഹിക്കുകയാണ്. ആ ചാർജുകൾ പ്രവഹിക്കുവാൻ ഒരു നിശ്ചിത സമയമെടുക്കും. അപ്പോൾ എ ചാർജ് ഫ്ലോയിങ് ത്രൂ എ കണ്ടക്ടർ പെർ യൂണിറ്റ് ടൈം എന്ന് പറഞ്ഞാൽ ഒരു നിശ്ചിത സമയം കൊണ്ട് ഒരു ചാലകത്തിലൂടെ കടന്നു പോകുന്ന ചാർജുകളാണ് കറണ്ട് എന്ന് പറയുന്നത്. അതായത്
ഐ സമം Q/T എന്ന് നമുക്ക് പറയാം. അതായത് ഒരു നിശ്ചിത സമയം കൊണ്ട് ഒരു കണ്ടക്ടറിലൂടെ കടന്നു പോകുന്ന ചാർജ്, ആ ചാർജുകളുടെ ചലനം അല്ലെങ്കിൽ മൂവ്മെൻറ്റ് ഓഫ് ചാർജ് കണ്ടക്ട് ഇൻ യൂണിറ്റ് ടൈം, ഒരു നിശ്ചിത സമയം കൊണ്ട് ഒരു കണ്ടക്ടറിലൂടെ കടന്നു പോകുന്ന ചാർജാണ് അതിൻ്റെ കറണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഐ സമം നമുക്ക് എന്ത് പറയാം? Q/T എന്ന് പറയാം. Q എന്ന് പറയുന്നത് ചാർജ്, T എന്ന് പറയുന്നത് ടൈമിങ് സെക്കൻഡിലുള്ള സമയമാണെന്ന് കൂടി നമ്മൾ ഓർക്കണം. അപ്പോൾ ഐ സമം Q/T. ഇതിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് Q എന്ന് പറയുമ്പോൾ ചാർജാണ്. ചാർജിൻ്റെ യൂണിറ്റ് കൂളം ബൈ ടൈമിൻ്റെ യൂണിറ്റ് സെക്കൻഡ്. അതുകൊണ്ട് കറണ്ടിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് കൂളം പെർ സെക്കൻഡ് എന്ന് നമുക്ക് പറയാം, അല്ലെങ്കിൽ ആംബിയർ, അതിനെ എ എന്ന അക്ഷരം കൊണ്ട് സൂചിപ്പിക്കുന്നു. അപ്പോൾ കറണ്ടിൻ്റെ യൂണിറ്റ് എന്താണ്? ആംബിയർ. ഓക്കെ. ഇനി ഈ ഒരു കണ്ടക്ടറിലൂടെ നമുക്ക് കറണ്ട് പ്രവഹിക്കണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ചാർജുകൾ പ്രവഹിക്കണമെന്നുണ്ടെങ്കിൽ, ആ ചാർജിനെ കടത്തി വിടുവാൻ അവിടെ ഒരു വർക്ക് അല്ലെങ്കിൽ ഒരു പ്രവൃത്തി നടക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ എ എന്ന പോയിന്റിൽ നിന്ന് ബി എന്ന പോയിന്റിലേക്ക് ക്യൂ എന്ന ചാർജ് കടന്നു പോകുന്നതിന് ഇവിടെ എന്ത് നടക്കണം? ഒരു വർക്ക് നടക്കണം. അതിനെ നമുക്ക് എന്ത് പറയാം? W എന്ന് നമുക്ക് പറയാം. മനസ്സിലായല്ലോ? അപ്പോൾ ഈ വർക്ക് ഈ എ എന്ന് പറയുന്ന പോയിന്റിൽ നിന്ന് ബി എന്ന പോയിന്റിലേക്ക് ചാർജിനെ പ്രവഹിപ്പിക്കുകയാണ്. അപ്പോൾ നമുക്കിവിടെ ഇതിനിടയിലുള്ള പൊട്ടൻഷ്യൽ വ്യത്യാസം അഥവാ വോൾട്ടേജ് കിട്ടും. അപ്പോൾ വോൾട്ടേജ് എന്ന് പറയുന്നത് V സമം W/Q. ഓക്കെ. അതായത് എ എന്ന പോയിന്റിൽ നിന്ന് ബി എന്ന പോയിന്റിലേക്ക് ക്യൂ എന്ന് പറയുന്ന ചാർജിനെ കടത്തിവിടുവാൻ അവിടെ W എന്ന് പറയുന്ന വർക്ക് നടക്കുന്നു എങ്കിൽ ഈ എയ്ക്കും ബിക്കുമുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറയുന്നത് 1 വോൾട്ടായി. ഇതിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് വോൾട്ടാണ്. അപ്പോൾ വോൾട്ടേജിൻ്റെ യൂണിറ്റ് എന്ന് പറയും വോൾട്ട്. മനസ്സിലായല്ലോ? ഇനി നമുക്ക് ഇലക്ട്രിക് കറണ്ടുമായി ബന്ധപ്പെട്ട മറ്റൊരു പദമാണ് റെസിസ്റ്റൻസ്. അതായത് കണ്ടക്ടറുകളിൽ കൂടിയാണല്ലോ വൈദ്യുതി കടന്നു പോകുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ആ കണ്ടക്ടർ വൈദ്യുതി കടന്നു പോകുമ്പോൾ ആ വൈദ്യുതിയെ റെസിസ്റ്റ് ചെയ്യും. അതിനെ നമ്മൾ പറയുന്ന പേരാണ് റെസിസ്റ്റൻസ്. അതിനെ നമ്മൾ R എന്ന അക്ഷരം കൊണ്ടാണ് സൂചിപ്പിക്കുന്നത്. ഇതിൻ്റെ യൂണിറ്റ് ഓം എന്നാണ്. അതിൻ്റെ സിമ്പലാണ് ഈ കാണുന്നത്. റെസിസ്റ്റൻസിൻ്റെ യൂണിറ്റ് ഓം. അപ്പം നമ്മളിപ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ പറഞ്ഞു? കറണ്ട് എന്താണെന്ന് മനസ്സിലാക്കി, വോൾട്ടേജ് എന്താണെന്ന് മനസ്സിലാക്കി, പിന്നെ എന്താണ് റെസിസ്റ്റൻസ് എന്താണെന്ന് മനസ്സിലാക്കി. കറണ്ട് എന്ന് പറയുന്നത് ചാർജ് ഡിവൈഡഡ് ബൈ ടൈം. വോൾട്ടേജ് എന്ന് പറയുന്നത് വർക്ക് ഡിവൈഡഡ് ബൈ ചാർജ്. ഇനി റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ഒരു കണ്ടക്ടറിൻ്റെ പ്രതിരോധം. അതായത് വൈദ്യുതി കടന്നു പോകുമ്പോൾ ഒരു കണ്ടക്ടർ വൈദ്യുതിയെ പ്രതിരോധിക്കുന്നു. ആ സ്വഭാവത്തെ അല്ലെങ്കിൽ ആ ഒരു പ്രത്യേകതയാണ് എന്ന് പറയുന്നത് റെസിസ്റ്റൻസ് അഥവാ പ്രതിരോധം എന്ന് പറയുന്നത്. അതിൻ്റെ യൂണിറ്റാണ് ഓം. ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ. ഇനി നമുക്ക് ഈ വോൾട്ടേജും കറണ്ടും തമ്മിൽ ഒരു ബന്ധമുണ്ട്. ആ ബന്ധം പ്രസ്താവിക്കുന്ന ഒരു നിയമമാണ് ഓംസ് ലോ. ഇത് നിങ്ങൾ 9ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്, ഓംസ് ലോ എന്താണെന്നുള്ളത്. അപ്പോൾ ഓംസ് ലോയിൽ പറയുന്നത് ഒരു ചാലകത്തിലൂടെ കടന്നു പോകുന്ന
കറണ്ട് എന്ന് പറയുന്നത് ഐ എന്ന് പറയുന്നത് അതിൻ്റെ വോൾട്ടേജിന് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും. അപ്പോൾ കറണ്ട് വോൾട്ടേജിന് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും എന്നാണ് ഓംസ് ലോയിൽ പറയുന്നത്. അപ്പം അങ്ങനെ വരുമ്പോൾ നമുക്ക് ഇവിടെ ഈ പ്രൊപ്പോർഷണൽ സൈൻ ഒന്ന് മാറ്റാൻ ഐ സമം നമ്മളിവിടെ ഒരു കോൺസ്റ്റൻ്റ് ആയിട്ട് 1/r കൊടുക്കുന്നു ഇൻറ്റു വി. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഐ സമം v/r എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ കിട്ടും. മനസ്സിലായല്ലോ? ഇനി നമ്മളിപ്പോൾ ഇലക്ട്രിക് കറണ്ട് എന്താണെന്ന് മനസ്സിലാക്കി, വോൾട്ടേജ് എന്താണെന്ന് മനസ്സിലാക്കി, റെസിസ്റ്റൻസ് എന്താണെന്ന് മനസ്സിലാക്കി, പിന്നെ ഓംസ് ലോയും നമ്മൾ മനസ്സിലാക്കി. അപ്പോൾ ഓംസ് ലോ ബേസ് ചെയ്യുമ്പോഴുള്ള ഒരു ഇക്വേഷനാണ് ഐ സമം v/r. ഇനി ഇതിൽ നിന്ന് നമുക്കൊരു 3 ഇക്വേഷൻസ് നമുക്ക് ഉണ്ടാക്കാം. ഇപ്പം ചില കുട്ടികൾക്കൊക്കെ ഇക്വേഷൻസ് ബൈ ഹാർട്ട് ചെയ്ത് വെക്കാനായിട്ട് പ്രശ്നമുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് എളുപ്പം ഇക്വേഷൻ തയ്യാറാക്കാൻ ചില ടെക്നിക്കുകൾ ഉപയോഗിക്കാം. അപ്പോൾ അത്തരം ഒരു ചെറിയ ഒരു ടെക്നിക്കാണ് നമ്മളൊരു ട്രയാങ്കിൾ വരയ്ക്കുക. ഓക്കെ, ഈ ട്രയാങ്കിളിനെ നമ്മൾ 3ആയിട്ട് ഇതിങ്ങനെ മാർക്ക് ചെയ്യുക. ശേഷം നമ്മുടെ ഇപ്പോൾ പഠിച്ച 3 കണ്ടൻറ്റ്, ഒന്ന് വോൾട്ടേജ്, ഒന്ന് കറണ്ട്, ഒന്ന് റെസിസ്റ്റൻസ്, ഈ 3 അക്ഷരങ്ങൾ നമ്മൾ ഈ 3 ഭാഗത്തായിട്ട് എഴുതുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. വോൾട്ടേജ് അഥവാ വി എപ്പോഴും ഇവിടെ എഴുതാം. മുകളിൽ ഐ ഇവിടെ എഴുതുക, ആർ ഇവിടെ എഴുതുക. ഓക്കെ, എന്നിട്ട് ഈ 3 അക്ഷരങ്ങൾ കിടക്കുന്ന അവരുടെ പൊസിഷനെ ബേസ് ചെയ്ത് നമുക്ക് 3 സമവാക്യങ്ങൾ ഉണ്ടാക്കാം. ഒന്നാമത്തെ സമവാക്യം എന്ന് പറയുന്നത് വിക്കാണ്. അപ്പം വി ഇങ്ങനെ എഴുതുക, സമം ഐ ഇൻറ്റു ആർ. കേട്ടോ? ഓക്കെ, അടുത്തത് ഐ ആണ്. അപ്പോൾ ഐക്ക് ഐ സമം വി എവിടെയാണ് കിടക്കുന്നത്? മുകളിൽ ബൈ ആർ. ഓക്കെ, അടുത്തത് നോക്കുക, ആറിന് എങ്ങനെയാണ്? വി ബൈ ഐ. കണ്ട? അപ്പം അങ്ങനെ നമുക്ക് 3 സമവാക്യങ്ങൾ ഈ ഒരു ടെക്നിക്ക് ഉപയോഗിച്ച് നമുക്ക് എളുപ്പത്തിൽ കണ്ടുപിടിക്കാം. അപ്പോൾ അത് നിങ്ങൾക്ക് ഇക്വേഷൻ ബൈ ഹാർട്ട് ചെയ്ത് വെക്കാനായിട്ടുള്ള ബുദ്ധിമുട്ടുള്ളവർക്ക് ഈ ഒരു രീതി നമുക്ക് സ്വീകരിക്കാവുന്നതാണ്. അപ്പം അങ്ങനെ 3 ഇക്വേഷൻ നമുക്ക് കിട്ടി. വി സമം ഐ ആർ, ഐ സമം v/r, ആർ സമം v/i. അപ്പോൾ ഈ സമവാക്യങ്ങളൊക്കെ നമുക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം ഈ ചാപ്റ്ററിൽ ഒരുപാട് പ്രോബ്ലംസുകൾ നമുക്ക് സോൾവ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഈ സമവാക്യങ്ങളൊക്കെ നമുക്ക് ആവശ്യമാണ്. അത് ബേസ് ചെയ്തിട്ടാണ് നമ്മൾ കണക്കുകളെല്ലാം, ഇതിൻ്റെ പ്രോബ്ലംസുകളെല്ലാം സോൾവ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് അത് നിങ്ങൾ പ്രത്യേകം മനസ്സിലാക്കിയിരിക്കുക. അപ്പോൾ നമ്മൾ ഇലക്ട്രിക് കറണ്ട് എന്താണെന്ന് മനസ്സിലാക്കി. ഇനി നമുക്ക് അതിൻ്റെ എഫക്ട്സ് ആണ് പഠിക്കേണ്ടത്. അതായത് വൈദ്യുതി ഉപയോഗിച്ച് നമുക്ക് പല പ്രവർത്തനങ്ങളും നടത്താം. അതാണ് ഇലക്ട്രിക് കറണ്ടിൻ്റെ എഫക്ട്സിൽ നമ്മൾ വിശകലനം ചെയ്യാൻ പോകുന്നത്. അത് നമുക്കെല്ലാവർക്കും അറിയാം. വൈദ്യുതിയെ നമുക്ക് മറ്റു പല ഊർജ രൂപങ്ങളിലേക്ക് മാറ്റാൻ സാധിക്കും. വൈദ്യുതിയിൽ നിന്ന് നമുക്ക് താപോർജ്ജമുണ്ടാക്കാം, പ്രകാശോർജ്ജമുണ്ടാക്കാം, യാന്ത്രിക ഊർജ്ജമുണ്ടാക്കാം, ശബ്ദോർജ്ജമുണ്ടാക്കാം, ഗതിയോർജ്ജം, അതുപോലെ തന്നെ മറ്റ് പല ഊർജ്ജ രൂപങ്ങളിലേക്ക് നമുക്ക് വൈദ്യുതിയെ മാറ്റുവാനായിട്ട് സാധിക്കും. അപ്പോൾ വൈദ്യുതിയുടെ പ്രധാനപ്പെട്ട ചില എഫക്റ്റുകൾ, അതായത് വൈദ്യുതി കൊണ്ടുള്ള ചില ഫലങ്ങൾ. ഒന്ന്, ഹീറ്റിംഗ് എഫക്റ്റ്. രണ്ട്, ലൈറ്റിംഗ് എഫക്റ്റ്.
3 മാഗ്നറ്റിക് എഫക്റ്റ്. 4 സൗണ്ട് എഫക്റ്റ്. 5 മെക്കാനിക്കൽ എഫക്റ്റ്. 6 കെമിക്കൽ എഫക്റ്റ്. കണ്ടോ? അപ്പോൾ വൈദ്യുതിയിൽ നിന്ന് നമുക്ക് മറ്റ് പല ഊർജ്ജരൂപങ്ങൾ ഉണ്ടാക്കുന്ന വിവിധ എഫക്റ്റുകളാണ്. ഒന്ന് ഹീറ്റിംഗ് എഫക്റ്റ്, അതായത് വൈദ്യുതിയിൽ നിന്ന് നമുക്ക് താപം ഉണ്ടാക്കാം. അടുത്തത് ലൈറ്റിംഗ് എഫക്റ്റ്, അതായത് വൈദ്യുതിയിൽ നിന്ന് നമുക്ക് പ്രകാശം ഉണ്ടാക്കാം. 3 മാഗ്നറ്റിക് എഫക്റ്റ്, വൈദ്യുതിയിൽ നിന്ന് നമുക്ക് കാന്തമുണ്ടാക്കാം അല്ലെങ്കിൽ കാന്തികപരമായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്താം. അടുത്ത വൈദ്യുതിയിൽ നിന്ന് നമുക്ക് സൗണ്ട് ഉണ്ടാക്കാം. വൈദ്യുതിയിൽ നിന്ന് നമുക്ക് യന്ത്രങ്ങൾ പ്രവർത്തിപ്പിക്കുക, അതായത് യാന്ത്രിക പ്രവർത്തനങ്ങൾ, അതായത് മെക്കാനിക്കൽ എഫക്റ്റ്. അടുത്തത് വൈദ്യുതിയിൽ നിന്ന് രാസപ്രവർത്തനങ്ങൾ നടത്താം, അതാണ് കെമിക്കൽ എഫക്റ്റ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് പഠിക്കാനുള്ളത് ഈ വർഷം ഈ ചാപ്റ്ററിൽ ആദ്യത്തെ 2 എഫക്റ്റുകളാണ്. അടുത്ത ചാപ്റ്ററിൽ ഈ 2 എഫക്റ്റ് നിങ്ങൾക്ക് പഠിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം നമ്മുടെ ഫസ്റ്റ് ചാപ്റ്ററിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ള 2 എഫക്റ്റാണ്. ഒന്ന് ഹീറ്റിംഗ് എഫക്റ്റും മറ്റൊന്ന് ലൈറ്റിംഗ് എഫക്റ്റും, അതായത് താപഫലവും പ്രകാശഫലവും. നമുക്കിതിൽ ആദ്യം ഹീറ്റിംഗ് എഫക്റ്റിനെ കുറിച്ച് പഠിക്കാം, താപഫലത്തെക്കുറിച്ച് പഠിക്കാം. ഓക്കെ. അപ്പോൾ ഹീറ്റിംഗ് എഫക്റ്റ് എന്ന് പറയുമ്പോൾ വൈദ്യുതിയിൽ നിന്ന് താപം ഉണ്ടാക്കുക എന്നുള്ളതാണ്. നമുക്കറിയാം, ഇന്ന് ഇതിനു വേണ്ടി നിരവധി ഉപകരണങ്ങളാണ് നമ്മൾ പ്രവർത്തിപ്പിക്കുന്നത്. ഇപ്പോൾ നമ്മുടെ വീടുകളിൽ തന്നെ ആയാൽ ഇൻഡക്ഷൻ കുക്കർ, ഇലക്ട്രിക് തേപ്പുപെട്ടി, അതായത് ഇലക്ട്രിക് അയൺ ബോക്സ്, ഇമേഴ്സൺ ഹീറ്റർ, സോൾഡറിങ് അയൺ, പിന്നെ ഇലക്ട്രിക് കെറ്റിൽ, അങ്ങനെ ഒരുപാട് നിരവധി ഉപകരണങ്ങൾ വൈദ്യുതിയിൽ നിന്ന് താപം ഉൽപ്പാദിപ്പിക്കുന്നവ നമുക്ക് പരിചിതമാണ്. അപ്പോൾ ഈ പറയുന്ന ഉപകരണങ്ങളിലൊക്കെ താപം ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ അതിന് ചില പ്രധാന ഘടകങ്ങൾ അത്യന്താപേക്ഷിതമാണ്, അല്ലെങ്കിൽ അതിന് സഹായിക്കുന്ന ചില ഘടകങ്ങൾ ഉണ്ട്. അപ്പോൾ നമുക്കവ ഏതൊക്കെയാണെന്നൊന്ന് നോക്കാം. അപ്പോൾ അതിനു മുൻപ് വൈദ്യുതിയിൽ നിന്ന് താപം ഉൽപ്പാദിപ്പിക്കുന്ന ഉപകരണങ്ങളെയെല്ലാം വൈദ്യുത താപന ഉപകരണങ്ങൾ അഥവാ ഇലക്ട്രിക് ഹീറ്റിംഗ് അപ്ലയൻസസ് എന്നാണ് പറയുന്നത്. അപ്പം ഈ ഇലക്ട്രിക് ഹീറ്റിംഗ് അപ്ലയൻസസുകളിൽ എങ്ങനെയാണ് താപം ഉണ്ടാകുന്നത്, അതിനെ സ്വാധീനിക്കുന്ന അല്ലെങ്കിൽ അതിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടേഴ്സസ് എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. അതിന് നമുക്കൊരു എക്സാമ്പിൾ പറയാം. ഒരു തേപ്പ് പെട്ടി, നമുക്ക് എല്ലാവർക്കും വളരെ പരിചിതമായിട്ടുള്ള ഒരു ഉപകരണമാണ് ഇലക്ട്രിക് അയൺ ബോക്സ് എന്ന് പറയുന്നത്. നമ്മുടെ വീടുകളിൽ നമ്മൾ വളരെ കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന സാധനമാണ്. അപ്പോൾ ആ തേപ്പ് പെട്ടിക്ക് ഉള്ളിൽ ഒരു ഹീറ്റിംഗ് കോയിൽ വെച്ചിട്ടുണ്ട്. നമുക്ക് അതിനെക്കുറിച്ച് പിന്നീട് വിശകലനം ചെയ്യുന്നുണ്ട്. നിക്രോം എന്ന് പറയുന്ന ലോഹസങ്കരം കൊണ്ടുണ്ടാക്കിയ ഒരു ഹീറ്റിംഗ് കോയിലാണ് ഇതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. എല്ലാ ഇലക്ട്രിക് ഹീറ്റിംഗ് അപ്ലയൻസസുകളിലും ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ലോഹസങ്കരം എന്ന് പറയുന്നത് നിക്രോമാണ്. നിക്കൽ, ക്രോമിയം, അയൺ, ഇത് മൂന്നൂടെ ചേർന്ന് ഉണ്ടാക്കിയിട്ടുള്ള ഒരു ലോഹസങ്കരമാണ്. അപ്പം ആ നിക്രോം വെച്ചിട്ടുള്ളൊരു ഹീറ്റിംഗ് കോയിൽ ഈ തേപ്പുപെട്ടിക്കകത്തുണ്ട്. ഇത് നേരെ നമ്മൾ ഒരു വയറെടുത്തു, പ്ലഗിലേക്ക് കുത്തി സ്വിച്ച് ഓൺ ചെയ്തു. നമുക്കറിയാം, സ്വിച്ച് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഒരല്പസമയം കഴിയുമ്പോൾ ഇതിനുള്ളിൽ ഹീറ്റ് ഉണ്ടാവും. അതാണ് നമ്മൾ പിന്നെ തേക്കാനായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ സ്വിച്ച് ഇടുന്ന സമയത്ത് ഇത് ചൂടാകാൻ അതിനെ സഹായിച്ച ഘടകങ്ങളെന്ന് പറയുന്നത്, ഒന്ന്, സ്വിച്ച് ഇട്ടപ്പോൾ നേരെ വൈദ്യുതി കടന്നുപോയി ഇതിനകത്തിലേക്ക്, അതായത് ഐ. അപ്പോൾ ഒന്നാമത്തെ ഫാക്ടർ ആരാണ്? കറണ്ട്. രണ്ടാമത്തെന്ന് പറയുന്നത് ഇതിനുള്ളിലിരിക്കുന്ന ഈ ഹീറ്റിംഗ് കോയിലിൻ്റെ പ്രതിരോധമാണ്. അതിനെ നമ്മൾ ഏതക്ഷരം കൊണ്ട് സൂചിപ്പിക്കുന്നു? ആർ. ഇനി മൂന്നാമത്തെ ഫാക്ടർ എന്ന് പറയുന്നത്, നമുക്കെല്ലാവർക്കും അറിയാം, സ്വിച്ച് ഓൺ ചെയ്താൽ ഉടൻ തന്നെ തേപ്പൊട്ടി ചൂടാകുമോ? ഇല്ല.
അതിനൊരല്പം സമയം വേണ്ടി വരും അല്ലേ. അപ്പോൾ മൂന്നാമത്തെ ഫാക്ടർ എന്താണ്? ടൈം. അപ്പോൾ ഈ 3 ഫാക്ടേഴ്സിൻ്റെ ആ ഒരു സ്വാധീനം കൊണ്ടാണ് ഈ ഹീറ്റിംഗ് കോയിൽ എന്ത് ചെയ്തത്? ചൂടായത്. മനസ്സിലായല്ലോ. അപ്പോൾ ഈ 3 ഫാക്ടേഴ്സ് തമ്മിൽ ഒരു റിലേഷനുണ്ട്. എന്താണ് അവരുടെ ബന്ധം? അവരുടെ ബന്ധം എന്ന് പറയുന്നത് ഇവരുടെ 3 പേരുടെയും ഗുണനഫലമാണ്. അതായത് I ഇൻറ്റു R ഇൻറ്റു T. അപ്പം അങ്ങനെ ഇവർ 3 പേരെയും കൂടെ ഗുണിച്ചാൽ കിട്ടുന്നതാണ് ഇതിനുള്ളിലുണ്ടാകുന്ന താപത്തിൻ്റെ അളവ്. സോ അതുകൊണ്ട് വി ഗെറ്റ് ആൻ ഇക്വേഷൻ H is equal to I squared RT. കണ്ടോ? അപ്പം ഈ ഇക്വേഷനെ നമ്മൾ എന്താ പറയുന്നത്? H is equal to I squared RT. മനസ്സിലായല്ലോ. അതായത് ഒരു ഇലക്ട്രിക് ഹീറ്റിംഗ് അപ്ലയൻസസിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹീറ്റിൻ്റെ അളവ് നാം അതിലേക്ക് കൊടുക്കുന്ന വൈദ്യുതിയുടെ വർഗത്തിനും അതിൻ്റെ സ്ക്വയർ, പിന്നെ ആ ചാലകത്തിൻ്റെ പ്രതിരോധത്തിനും അഥവാ റെസിസ്റ്റൻസിനും, പിന്നെ നമ്മൾ കടത്തിവിടുന്ന വൈദ്യുതി കടന്നു ചെല്ലാൻ എടുക്കുന്ന സമയത്തിൻ്റെയും ഗുണനഫലത്തിന് നേരനുപാതത്തിൽ ആയിരിക്കും ഇതിനുണ്ടാകുന്ന ഹീറ്റിൻ്റെ അളവ്. ഇത് കണ്ടെത്തിയത് ജെയിംസ് പ്രസ്കോട്ട് ജൂൾ എന്ന സയൻറ്റിസ്റ്റാണ്. അതുകൊണ്ട് നമ്മൾ ഈ നിയമത്തെ അറിയപ്പെടുന്നത് ജൂൾസ് ലോ. ഈ ചാപ്റ്ററിലെ വളരെ പ്രധാനപ്പെട്ട ഒരു നിയമമാണ്. ഈ നിയമത്തെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടുള്ള ഒരുപാട് പ്രോബ്ലംസുകൾ നമുക്ക് വിശകലനം ചെയ്യേണ്ടതായിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ എന്താണ് ജൂൾസ് ലോയിൽ പറയുന്നത്? നിങ്ങളെല്ലാം എൻ്റെ കൈ പോകുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചോണം. ദ ഹീറ്റ് ഡെവലപ്ഡ് ഇൻ എ കറണ്ട് ക്യാരിയിങ് കണ്ടക്ടർ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ പ്രോഡക്റ്റ് ഓഫ് ദയർ സ്ക്വയർ ഓഫ് ദ ഇൻറ്റൻസിറ്റി ഓഫ് ഇലക്ട്രിക് കറണ്ട് ആൻഡ് റെസിസ്റ്റൻസ് ഓഫ് ദ കണ്ടക്ടർ ആൻഡ് ടൈം ഓഫ് ഫ്ലോ ഓഫ് കറണ്ട് ഇൻ ദ കണ്ടക്ടർ. അതായത് വൈദ്യുതി കടന്നു പോകുന്ന ഒരു ചാലകത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന താപത്തിൻ്റെ അളവ് വൈദ്യുത പ്രവാഹ തീവ്രതയുടെ വർഗത്തിനും ചാലകത്തിൻ്റെ പ്രതിരോധത്തിനും വൈദ്യുതി പ്രവഹിക്കുവാനെടുക്കുന്ന സമയത്തിൻ്റെയും ഗുണനഫലത്തിന് എന്ന് പറഞ്ഞാൽ ഇവരെ കൂടെ ഗുണിക്കുക, അതിന് നേരനുപാതത്തിലായിരിക്കും. ഇതാണ് ജൂൾസ് ലോ. വളരെ പ്രധാനപ്പെട്ടതാണ് ഈ ചാപ്റ്ററിൽ. നമ്മൾ ആദ്യം പഠിക്കുന്നതും ഇത് തന്നെയാണ്. ഇത് വെച്ചിട്ടുള്ള ഒരുപാട് പ്രോബ്ലംസുകൾ സോൾവ് ചെയ്യാനായിട്ടാണ് നമ്മളിനി അടുത്തതായിട്ട് പോകുന്നത്. ഓക്കെ, ഇനി ഈ ഹീറ്റിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് ജൂൾ ആണ്. അതായത് എനർജിയുടെ യൂണിറ്റ് ജൂൾ ആണ്. ഹീറ്റ് ഒരു എനർജിയാണ്, ഫോം ഓഫ് എനർജിയാണ്. സോ അതുകൊണ്ട് ഈ ഹീറ്റിൻ്റെ യൂണിറ്റും ജൂൾ തന്നെയാണ്. നമ്മളത് ഈ ജെയിംസ് പ്രസ്കോട്ട് ജൂളിൻ്റെ ബഹുമാനാർത്ഥം തന്നെയാണ് അതിന് ജൂൾ എന്ന പേരും കൊടുത്തിരിക്കുന്നത്. ജെ എന്ന അക്ഷരം കൊണ്ടാണ് ഹീറ്റിൻ്റെ യൂണിറ്റിനെ സൂചിപ്പിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ ഇത്രയും കാര്യങ്ങൾ പഠിച്ചു. അതിൽ ഫസ്റ്റ് നമ്മൾ ജൂൾസ് ലോ പഠിച്ചു. ഇനി ആ ജൂൾസ് ലോ ബേസ് ചെയ്തുകൊണ്ടുള്ള ഈ മെയിൻ ആയിട്ടുള്ള ഇക്വേഷൻ ഇതാണ്. ഇനി ഇതിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് അഡീഷണൽ ആയിട്ട് 2 ഇക്വേഷൻ കൂടിയുണ്ട്. ആ ഇക്വേഷൻ എന്ന് പറയുന്നത് നമ്മൾ മുമ്പേ പഠിച്ചില്ലേ, ഒരു 3 ഇക്വേഷൻ. അതായത് V is equal to IR, I is equal to V by R, R is equal to V by I. ആ ഇക്വേഷൻസ് വെച്ചിട്ട് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു 2 ഇക്വേഷൻ കൂടി നമ്മൾ അറിയേണ്ടതായിട്ടുണ്ട്. അപ്പം പൊതുവിൽ എല്ലാവർക്കും ഈ ഒരുപാട് ഇക്വേഷൻസുകൾ പഠിച്ചു വെക്കാനായിട്ടുള്ള വളരെ ബുദ്ധിമുട്ടായിരിക്കും പല കുട്ടികൾക്കും. അപ്പം അങ്ങനെയുള്ളവർക്ക് ഞാൻ പറഞ്ഞ മെത്തേഡിൽ ആ ട്രയാങ്കിൾ വരച്ചിട്ട് ആ 3 ഇക്വേഷൻ അതിൽ നിന്ന് ക്രിയേറ്റ് ചെയ്താൽ അതിൽ നിന്നുകൊണ്ട് നിങ്ങൾക്ക് ഇനി പറയാൻ പോകുന്ന ഇക്വേഷൻസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമുക്കതിലേക്ക് വരാം. അപ്പോൾ നമ്മൾ നേരത്തെ പഠിച്ച 3 ഇക്വേഷൻസ്, ആ ട്രയാങ്കിൾ വെച്ചിട്ടുള്ള 3 ഇക്വേഷൻസ് ഒന്നറിയാമല്ലോ, V is equal to IR. രണ്ടാമത്തെ എന്താണ് നമ്മൾ പഠിച്ചത്? I is equal to V by R. അടുത്തത് R is equal to V by I.
ഇങ്ങനെ ട്രയാങ്കിൾ ഒന്നുകൂടി ഇവിടെ ഒന്ന് വരച്ചിടാം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. ഇവിടെയാണ് വി എപ്പോഴും എഴുതേണ്ടത്, ഇവിടെ ഐ എഴുതുക, ഇവിടെ ആർ എഴുതുക. നമുക്ക് ഈ ആറിൻ്റെയും ഐയുടെയും പൊസിഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ചെയ്യാം, നോ പ്രോബ്ലം. പക്ഷേ വി ഒരിക്കലും മാറ്റരുത്, വിയുടെ സ്ഥാനം അവിടെ തന്നെയാണ്. ഓക്കെ, അപ്പോൾ നമ്മളിനി ഈ ഇക്വേഷൻസ് നമ്മുടെ ഈ മെയിൻ ഇക്വേഷൻസിലേക്ക് ഒന്ന് അഡോപ്റ്റ് ചെയ്യും. അപ്പോൾ നമുക്ക് പുതിയ ഇക്വേഷൻ കിട്ടും, 2 ഇക്വേഷൻ കൂടി. അതുകൂടെ അറിഞ്ഞിരിക്കണം, കാരണം പ്രോബ്ലംസ് ചെയ്യുന്നതിന് ഇക്വേഷൻ വളരെ പ്രാധാന്യമുള്ളതാണ്. ഓക്കെ, അപ്പോൾ നമുക്കതിലേക്ക് വരാം. അപ്പോൾ എച്ച് സമ ഐ സ്ക്വയർഡ് ആർ ടി എന്ന ഇക്വേഷനിൽ ഈ ഐയുടെ സ്ഥാനത്ത് ഐയുടെ ഇക്വേഷൻ യൂസ് ചെയ്യുക. ഓക്കെ, അപ്പം ഐ സ്ക്വയർഡ്, ഐയുടെ ഇക്വേഷൻ എന്താണ്? വി ബൈ ആർ. അപ്പോൾ വി ബൈ ആർ ദ ഹോൾ സ്ക്വയർഡ് ഇൻറ്റു ആർ ഇൻറ്റു ടി. മനസ്സിലായല്ലോ? ഇനി നിങ്ങൾ ശ്രദ്ധിക്കുമ്പോൾ അറിയാം, വി ബൈ ആർ ദ ഹോൾ സ്ക്വയർഡ് എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? വി സ്ക്വയർഡ് ബൈ ആർ സ്ക്വയർഡ് ഇൻറ്റു ആർ ഇൻറ്റു ടി. ഇവിടെ 2 ആറുണ്ട്, ഇവിടെ 1 ആറുണ്ട്, നമുക്ക് അവർ വെട്ടിക്കളയാം. അപ്പോൾ ഇതാണ് നമുക്കൊരു ഇക്വേഷൻ കിട്ടിയില്ലേ? ഏതാണ് ഇക്വേഷൻ? എച്ച് സമം വി സ്ക്വയർഡ് ബൈ ആർ ഇൻറ്റു ടി. അപ്പം ടി എന്ന് പറയുന്നതാണ്, ഇതാണ് ഒരു ഇക്വേഷൻ. അപ്പോൾ വി സ്ക്വയർഡ് ടി ബൈ ആർ എന്ന് കൂടി നമുക്ക് പറയാം. കണ്ടോ, എളുപ്പം ക്രിയേറ്റ് ചെയ്തില്ലേ? അപ്പോൾ ഇതറിയാവുന്നവർക്ക് ഇതിൽ നിന്ന് ഇതുണ്ടാക്കാൻ എളുപ്പമാണ്. അപ്പോൾ കാണാതെ പഠിച്ചു വെക്കാനുള്ള ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഈ ഒരു മെത്തേഡ് സ്വീകരിച്ചുകൊണ്ട് ഇതുണ്ടാക്കിയിട്ട് അത് ഇതിലേക്ക് കൊടുത്ത് ചെയ്യാം. അപ്പം പെട്ടെന്ന് നമ്മൾ പരീക്ഷയ്ക്ക് ഇത്തരം ഒരു പ്രോബ്ലംസ് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് തന്നെ കാണാതെ പഠിച്ചു വെക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ഈ രീതിയിൽ യൂസ് ചെയ്യാം. ഓക്കെ, ഇനി നമുക്ക് ഈ ഇക്വേഷനിലേക്ക് ആറിൻ്റെ ഇക്വേഷൻ ഒന്ന് കൊടുത്ത് നോക്കാം. അപ്പം നമുക്ക് പുതിയൊരു ഇക്വേഷൻ കിട്ടും. അപ്പം നോക്കിക്കോളൂ. H is equal to I squared RT. ഓക്കെ, ഇത് മുമ്പേ നമ്മൾ ഐക്കാണ് ഇക്വേഷൻ കൊടുത്ത് ചെയ്തത്. ഇനി നമ്മൾ ആറിന് ഇക്വേഷൻ കൊടുക്കുക. അപ്പം ഐ സ്ക്വയർഡ് ഇൻറ്റു ആർ. ആറിൻ്റെ ഇക്വേഷൻ എന്താണ്? വി ബൈ ഐ. ആറിൻ്റെ ഇക്വേഷൻ വി ബൈ ഐ, അതിവിടെ കൊടുക്കുന്നു ആറിൻ്റെ സ്ഥാനത്ത്. ഇൻറ്റു ടി. ഇവിടെ 2 ഐ ഉണ്ട്, ഇവിടെ 1 ഐ ഉണ്ട്. അപ്പം അതിൽ ഈ ഓരോ ഐ ഒന്ന് വെട്ടിക്കളയാം. അപ്പം നമുക്ക് ഇതാ ഒരു ഇക്വേഷൻ കിട്ടി. എച്ച് സമം ഐ വി ടി. കണ്ട, അപ്പോൾ എല്ലാവരും ഒന്ന് നോക്കിക്കേ. മെയിൻ ഇക്വേഷൻ എന്ന് പറയുന്നത് ഇതാണ് അടുത്ത രണ്ടാമത്തെ ഇക്വേഷൻ. ഇതെന്ന് പറയുന്നതാണ് മൂന്നാമത്തെ ഇക്വേഷൻ. അപ്പോൾ ഈ 2 ഇക്വേഷൻസുകൾ ഇതിൽ നിന്ന് ഇവരെ ഉപയോഗിച്ച് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളതാണ്. അപ്പം മെയിനായിട്ട് നിങ്ങൾ പഠിച്ചു വെക്കേണ്ടത് ഈ ഇക്വേഷനാണ്, ജൂൾസ് ലോ. അതിൻ്റെ മാത്തമാറ്റിക്കൽ ഫോമാണത്. എച്ച് എസ് ഈക്വൽ ടു ഐ സ്ക്വയർഡ് ആർ ടി. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും അത് മനസ്സിലായല്ലോ, ജൂൾസ് ലോ എന്താണെന്ന് മനസ്സിലായല്ലോ. അപ്പോൾ ഏതൊരു ഇലക്ട്രിക് ഹീറ്റിംഗ് അപ്ലയൻസസിലും പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹീറ്റിൻ്റെ അളവ് അതിലേക്ക് നമ്മൾ കൊടുക്കുന്ന വൈദ്യുതിയുടെ വർഗത്തിൻ്റെയും ആ ചാലകത്തിൻ്റെ പ്രതിരോധത്തിൻ്റെയും അതിലെ വൈദ്യുതി കൊടുക്കാനെടുക്കുന്ന സമയത്തിൻ്റെയും ഗുണനഫലത്തിന് നേരനുപാതത്തിലായിരിക്കും. ഇതാണ് ജൂൾ നിയമം. The heat developed in a current carrying conductor is directly proportional to the product of the square of the intensity of electric current and resistance of the conductor and time of flow of current in the conductor. Okay, ഇനി നമ്മൾ അടുത്തതായിട്ട് പഠിക്കാൻ പോകുന്നത് ഈ ഇക്വേഷൻസുകൾ ഉപയോഗിച്ചുകൊണ്ട് ജൂൾസ് ലോ ബേസ് ചെയ്ത് പ്രോബ്ലംസ് സോൾവ് ചെയ്യാനാണ്. ഇന്നത്തെ എൻ്റെ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടെന്നും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നും ഞാൻ കരുതുന്നു. തുടർന്നുള്ള ക്ലാസ്സുകൾ അത് എല്ലാവർക്കും ഗുണകരമായി തന്നെ വരുവാൻ ഞാൻ ശ്രമിക്കുന്നതാണ്. നിർത്തുന്നു. നന്ദി, നമസ്കാരം.